ഒരു ക്വിക്കായിട്ടുള്ള യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ് പറയട്ടോ. ഈ പാറ്റകളുടെ വിജയത്തിൻ്റെ പിന്നാലെയും പാറ്റകളുടെ പിന്നാലെയൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധ കുഴപ്പം യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ അധികം സംസാരിക്കാൻ പറ്റിയില്ല. കാരണം പ്രത്യേകിച്ച് വലുതായിട്ടുള്ള ഒരു അവസ്ഥ ഒന്നും അവിടെ ഇപ്പം ഇല്ല. ഒരു വലിയ യുദ്ധാവസ്ഥ ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അധികം അതിലോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കാതിരുന്നത്. കാരണം എന്നാണോ ഇറാൻ തിരിച്ച് ഭയങ്കരമായിട്ട് ഇറാൻ്റെ ത്രട്ടുകൾ, അതായത് UAE-ക്കെതിരെയും ഖത്തറിനെതിരെയും ഒക്കെ ഞങ്ങൾ തിരിയുമെന്ന് പറഞ്ഞതിന് ശേഷം ചെറിയ തോതിൽ അമേരിക്ക അടിക്കുന്നുള്ളൂ. കാരണം നല്ല സമ്മർദ്ദം അമേരിക്കയ്ക്ക് ഉണ്ട്. ഇപ്പം ഒരു റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ വിചാരിച്ചത് ഫ്രൈഡേ നൈറ്റ് അതുപോലെ തന്നെ സാറ്റർഡേ ഇന്ന് നൈറ്റോടുകൂടി അല്ലെങ്കിൽ ഇന്ന് പകലും രാത്രിയോടുകൂടി അമേരിക്ക കംപ്ലീറ്റ്ലി ഇറാനെ തകർക്കും എന്നുള്ളൊരു ചിന്തയിൽ അവർ നിന്നിരുന്നത്. കാരണം അത് സന്നാഹങ്ങൾ അങ്ങനെ ആയിരുന്നു. അവിടെ മൊത്തം ഈ ഫൈറ്റർ ജെറ്റുകളൊക്കെ നിറച്ചിട്ട് ആ ഒരു രീതിയിലാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. പല മറ്റ് ഈ സഖ്യകക്ഷികളുണ്ടല്ലോ, ഈ ഗൾഫ് രാജ്യ എല്ലാവരും പേടിച്ച് ചെയ്യരുത് എന്നുള്ളൊരു ഹോൾഡ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇന്നലെ പോയിട്ട് രാവിലെ സൗദി യമൻ്റെ പോർട്ട് ഹൊദീദ പോർട്ടിലോട്ട് പോയിട്ട് ഒരു ആക്രമണം നടത്തിയത്. സൗദി പിന്നെ അങ്ങനെയാണ്. സൗദിൻ്റെ വിചാരം അവരങ്ങിട്ട് കഴിഞ്ഞാൽ അവരെ തൊടാൻ പറ്റില്ല. കാരണം ഇപ്പം ഈ മിഡിൽ ഈസ്റ്റുകളുടെ കൂട്ടത്തിൽ സ്വന്തമായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് വരെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയായിട്ട് ഒരു പുതിയ കക്ഷികൾ ഉണ്ടാക്കുന്നതും അമേരിക്കയുടെ സപ്പോർട്ട് അറ്റോമിക് എനർജി ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ പുതിയ നയങ്ങൾ അവരുടെ കയ്യിൽ ഓൾറെഡി സാധനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അവരത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരമുണ്ട്. അവർ വിചാരിച്ച് അവർ അത്രയും സ്ട്രോങ് ആണ്, അവർക്ക് എന്തും നടക്കുമെന്നുള്ളൊരു തോന്നൽ അവർക്ക് നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൂത്തി യമനിലോട്ട് കൊണ്ട് അങ്ങനെ ഒരു ബോംബിങ് ചെയ്തത്. പക്ഷേ യമൻ തിരിച്ചടിക്കും, അല്ലെങ്കിൽ യമനല്ല, പ്രത്യേകിച്ച് ഹൂത്തീസ് തിരിച്ചടിക്കും. ഹൂത്തിയുടെ കയ്യിലുള്ള മിസൈലുകളും ഡ്രോണുകളൊക്കെ പറഞ്ഞാൽ ഇറാൻ്റെ സപ്പോർട്ടോടുള്ള സാധനം. ഇറാൻ്റെ ഡ്രോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴ്ത്തേണ്ടടുത്ത് അവർ വീഴ്ത്തും. അതിനിപ്പം 10 വിട്ടിട്ടായാലും 1 വീണാലും 10 അവർ വിടും. അപ്പോൾ ആ രീതിയിലാണ് ഹൂത്തികൾക്ക് അവർ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്, സപ്പോർട്ട് ചെയ്യണതും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇവർ ഈ സൗദി അവിടെ കൊണ്ടിട്ട് ഒരു എയർ സ്ട്രൈക്ക് പുലർച്ചെ തന്നെ അവിടെ കൊണ്ടിട്ടു. ഒരു പോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തിട്ടു. പോർട്ടിൽ 2-3 ഭാഗങ്ങളിലായിട്ടാണ് ഇവരുടെ അറ്റാക്ക് ഉണ്ടായിരുന്നത്. തിരിച്ചൊന്നും നോക്കിയില്ല. അതായത് തിരിച്ച് വളരെ ക്ലിയർ ആയിരുന്നു. യമൻ തിരിച്ചടിച്ചപ്പം നല്ല രീതിയിലാണ് സൗദിക്ക് അടി കിട്ടുന്നത്. അതായത് സൗദി വിചാരിക്കുന്ന അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഞങ്ങളെ പിടിച്ചു വെക്കും, തകർക്കും എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാണ്. അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എങ്ങനെ ടാക്കിൾ ചെയ്ത് താഴ്ത്ത് വെക്കണം എന്നുള്ളത് ഇറാൻ്റെ ഡ്രോണുകൾക്കും ഇറാൻ്റെ ഈ പറഞ്ഞ മിസൈലുകൾക്കും അറിയാം. അത് വെച്ചിട്ട് ആക്രമിക്കുന്ന ഹൂത്തികൾക്ക് ഈസിയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഹൂത്തികൾ തിരിച്ചുവിട്ട അറംകോൻ്റെ എന്താ പറയുക ഈ സ്റ്റേഷനിലൊക്കെ പവർ സ്റ്റേഷനിലൊക്കെ ഇന്ന് ഹൂത്തികളുടെ ഡ്രോണുകൾ വന്ന് വീണിട്ടുണ്ട്. 1-2 വീഡിയോസ് ഇമേജസ് ഞാൻ കാണിച്ചുതരാം. ഇത് സൗദിയിലുള്ള അരാംകോ സിറ്റീൻ്റെ അകത്ത്, അതായത് ജിസാനിലുള്ള അരാംകോ സിറ്റിയുടെ അകത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. മേജർ ഫയറുള്ള ഏരിയയാണ് ആ റെഡ് കളറിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് വളരെ വിസിബിൾ ആയിരുന്നു. അതായത് ജിസാനിലുള്ള ആൾക്കാർക്കറിയാം, ജിസാലൊക്കെ ഇഷ്ടം പോലെ മലയാളികളുള്ളതാണ്. അവിടെയുള്ള ആൾക്കാർക്കറിയാം ഇന്ന് പുലർച്ചെ യമൻ്റെ ആക്രമണങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ മറ്റൊരു അതിൻ്റെ വീഡിയോ ഞാൻ ടെലിഗ്രാമിൽ ഇടാം. മറ്റൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതും തന്നെ ജിസാനിൽ തന്നെ അരാംകോ ഫെസിലിറ്റിയുടെ അകത്ത് യമനി അറ്റാക്ക് വന്നതിൻ്റെ ചില വിഷ്വൽസ് വീഡിയോസാണ് കാണുന്നത്. മറ്റൊന്ന് കാണിച്ചു തരാം. ഇതും തന്നെ ജസാനിൽ തന്നെ, സൗദി അറേബ്യ ജസാനിൽ തന്നെ എയർ സ്ട്രൈക്കാണ്, യമൻ്റെ എയർ സ്ട്രൈക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തും, ഒരു സിംഗിൾ ഭാഗത്ത് മാത്രം ഇല്ലാണ്ടാണ് എയർ സ്ട്രൈക്ക് വന്നിട്ടുള്ളതും. അവിടുത്തെ ചില ബിൽഡിങ്ങുകൾ തകർത്തിട്ടുണ്ട്. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഷേപ്പും ഫോട്ടോസുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ജിസാനിലാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈസി അല്ല ഈ എന്താ പറയുക, ഹൂത്തികളെ അങ്ങോട്ട് കയറി അടിച്ചു കഴിഞ്ഞാൽ ഹൂത്തികൾ വെറുതെ നിൽക്കും. ഹൂത്തികളുടെ കയ്യിൽ ആയുധങ്ങളില്ല എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. അതുപോലെ തന്നെ നാസ സാറ്റലൈറ്റ് ഇമേജസിൻ്റെ ഒരു കൺഫർമേഷൻ വന്നിട്ടുള്ളത്, അതായത് കൺഫേം ഫയർ അവർ കാണിക്കുന്നുണ്ട്. ഇത് ഫ്യൂൽ ടാങ്ക് ആണ് ജസാനിലെ സൗദി അറേബ്യ റീച്ചിങ് 173 മെഗാവാട്ട് ആൻഡ് 153 മെഗാവാട്ടിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക്. എനിക്കൊന്ന് അവിടുത്തെ ഉണ്ടാക്കുന്ന പവറിൻ്റെ ഇതായിരിക്കും കേട്ടോ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഊർജ്ജത്തിൻ്റെതായിരിക്കും. അവിടേക്ക് ആക്രമണങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ജസാനിൽ തന്നെ സിറ്റിൻ്റെ അകത്തും പല ഭാഗങ്ങളിലായിട്ട് 1-2 ഭാഗങ്ങളിലായിട്ടൊക്കെ ഫയർ വന്നതിൻ്റെ, മാസീവ് ഫയർ കാണുന്നതിൻ്റെ ഒക്കെ ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അരാംകോയിൽ പൊട്ടിയിട്ട്, അല്ലെ അരാംകോയുടെ ഈ ഫ്യൂൽ സ്റ്റേഷൻസ് പൊട്ടിയിട്ട് വരുന്ന ഇതായിരിക്കും. കാരണം അരാംകോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ സൗദിൻ്റെ അരാംകോക്ക് കടി കിട്ടുകയെന്നുണ്ടല്ലോ, അതെല്ലാവരും എഫക്ട് ചെയ്യും, നമ്മളെ വരെ എഫക്ട് ചെയ്യുന്ന അവസ്ഥയിലോട്ട് എത്തും. അതുകൊണ്ട് അത്ര ഒരു സുഖമുള്ള കാര്യങ്ങളല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പം യുദ്ധത്തിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൗദിയും ഹൂത്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുള്ള അടികളെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. വീണ്ടും ഇന്ന് ബഹ്റൈനിലെ 5th ഫ്ലൈറ്റിൽ വീണ്ടും ഇന്ന് ഡ്രോണുകൾ വന്നിട്ടുണ്ട്. അവിടെ ഉള്ളവർക്ക് അറിയാൻ കൂടുതലായിട്ട് ചെറിയ രീതിയിലുള്ള അടികളൊക്കെ നടത്തിയിട്ടുണ്ട്. കാരണം ഇറാൻ്റെ 1-2 ഭാഗങ്ങളിലോട്ട് അമേരിക്കയുടെ അറ്റാക്ക് ഉണ്ടായിരുന്നു. തിരിച്ച് ഇറാഖിലെ എർബിൽ നല്ല രീതിയിൽ ഇന്ന് വീണ്ടും അമേരിക്കയുടെ ഈ ഫ്ലൈറ്റുകളൊക്കെ ഇറാൻ അടിച്ചിട്ടുണ്ട്. അതാണ് ഇവർ തമ്മിലുള്ള ഇന്നൊരു അപ്ഡേറ്റ് പറയാനുള്ളത്. ഇനി അതല്ലാണ്ട് ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കുറേ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്, ന്യൂയോർക്ക് ടൈംസിൽ വന്നിട്ടുള്ള ഒരു വാർത്ത പറയാം. അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇറാൻ്റെ പുതിയ നേതാവ്, അതായത് ആയത്തുള്ള അലി ഖാംനിയുടെ മകൻ
സയ്യിദ് മുസ്തഫ കാംനി പുതിയ ആണവ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനുള്ള ഇതിലാണെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അത് ഇന്നലെ തന്നെ നെതന്യാഹു മറ്റൊരു പ്രസ്താവന പറഞ്ഞിരുന്നു. അതായത് ഇല്ല, അവർക്ക് ഇപ്പോഴും ഒരു സംശയമാണ്, അതായത് മുസ്തഫ മരിച്ചിട്ടുണ്ടോ, ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് പലവട്ടം ഉണ്ട് എന്ന് അവരുടെ ഇന്റലിജൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും അവർക്ക് ഇപ്പോഴും സംശയമാണ്. അവർക്കൊരു ഇയാൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, കാമിനെ ചിന്തിച്ച പോലെ സമാധാനത്തിലൂടെയാണോ കാര്യങ്ങൾ ചിന്തിക്കുന്നത്, അതല്ലെങ്കിൽ ഇയാൾ കുറച്ചുകൂടെ അഗ്രഷൻ ഉണ്ടോ എന്നൊക്കെ എപ്പോഴും നമ്മൾ തന്നെ വീഡിയോയിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വീണ്ടും വന്നിട്ട് നെതന്യാഹു ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്, ഷുവറാണ് മുസ്തഫ കാമിനെ ജീവിച്ചിരിപ്പുണ്ട് എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ന്യൂയോർക്ക് ടൈംസിൽ ഇങ്ങനെ വാർത്ത വരുന്നത്, ഇറാൻ പൂർണ്ണ തോതിലുള്ള അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്, അതല്ലെങ്കിൽ അവരവിടെ ആയുധങ്ങൾ ഉണ്ടാക്കുക, മിനിമം സിമ്പിളായിട്ട് പറഞ്ഞാൽ അവരത് അവിടെ ബോംബുകൾ ഉണ്ടാക്കും. അത് കാമിനെ ഫത്ത് ഇറക്കിയ പോലെ ഒന്നും ഉണ്ടാവില്ല, ആ ഫത്ത് ഒന്നും ഇപ്പം ഇനിയില്ല. മകൻ അങ്ങനത്തെ ഒരു സമാധാന പ്രയോജനമോ കാര്യങ്ങളൊന്നുമില്ല, അവർ എത്രയും പെട്ടെന്ന് ഒരു ഇതുണ്ടാക്കും. രണ്ട് കാര്യങ്ങളുണ്ടാവും, ഒന്ന് പ്രൊപ്പഗൻഡ ആയിരിക്കാം, ഈ പേരും പറഞ്ഞ് വീണ്ടും മൊത്തത്തിൽ ഇറാൻ അടിക്കാൻ വേണ്ടിയിട്ടുള്ള നെതന്യാഹുവിൻ്റെ ഒരു ട്രിക്കായിരിക്കാം. അതായത് അവരുണ്ടാക്കും കഴിഞ്ഞ 35 വർഷമായിട്ട് ഇത് തന്നെയല്ലേ പറഞ്ഞത്, അത് ഉണ്ടാക്കും ഇപ്പോൾ ഇടും എവിടെ ഇട്ടിട്ടില്ല, അതുമായിരിക്കാം. ഞാൻ അതല്ല, സത്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അവർ എന്തായാലും ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും പേരുണ്ടാക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളെ ഇസ്രായേൽ തീർക്കും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അങ്ങ് ഉണ്ടാക്കി തീർക്കണമല്ലേ നല്ലതെന്ന് അവരും ചിന്തിച്ചിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസിലാണ് ഇങ്ങനെ ഒരു വാർത്തയും കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. കാര്യപ്പെട്ട മറ്റ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് ശനിയാഴ്ച രാത്രിയാണ്. പറഞ്ഞ പ്രകാരം അല്ലെങ്കിൽ ഇസ്രായേൽ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രകാരം ഇനി അമേരിക്ക ഒരു കംപ്ലീറ്റ് അറ്റാക്കിന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതാണോ അവരുടെ മനസ്സിലിരിപ്പ് എന്നുള്ളത് ഇന്ന് രാത്രിയോടുകൂടി നമുക്കറിയാൻ പറ്റുള്ളൂ. പുതിയ അപ്ഡേറ്റുകൾ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യും. എന്തായാലും യുദ്ധമൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ, ഇങ്ങനെ ഒന്ന് പതിഞ്ഞ് ഇരുന്നിട്ട് ഒരു സമാധാന ചർച്ചയിലൊക്കെ വീണ്ടും എത്തട്ടെ, അല്ലെങ്കിൽ ഒരു സമാധാനത്തിലൂടെ കാര്യങ്ങൾ പോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.